പൊന്നാനി തുറമുഖ വികസനത്തിനും വിവിധ പദ്ധതികൾക്കും സംസ്ഥാന ബജറ്റിൽ പരിഗണന ലഭിച്ചു. ആശുപത്രികളുടെ നവീകരണവും പുതിയ ചെറുകിട വികസന പ്രവർത്തനങ്ങളും ധനമന്ത്രി കെ.എൻ. ബാലഗോപാലൻ പ്രഖ്യാപിച്ച ബജറ്റിലുണ്ട്. സംസ്ഥാന ബജറ്റിൽ പൊന്നാനി പ്രധാനമായി പരിഗണിക്കപ്പെട്ടത് തുറമുഖ വികസനത്തിൽ. സംസ്ഥാനത്തെ തുറമുഖങ്ങളുടെ വികസനത്തിനായി ഫണ്ട് നീക്കിവെച്ചതിൽ പൊന്നാനിയും ഇടം പിടിച്ചു. പൊന്നാനിക്ക് മാത്രമായി അനുവദിച്ചത് 11 കോടി രൂപയുടെ പദ്ധതി മാത്രമാണ്. പൊന്നാനിക്ക് മാത്രമായി പുതിയ പദ്ധതികളൊന്നും പ്രഖ്യാപിച്ചില്ല. 12 പദ്ധതികൾ ടോക്കൺ തുകയിൽ ഒതുങ്ങി. പെരുമ്പടപ്പ് പഞ്ചായത്തിലെ പുതിയരുത്തി പാലം നിർമ്മാണവും അപ്രോച്ച് റോഡ് നിർമ്മാണവും 5 കോടി. പൊന്നാനി ഫയർ സ്റ്റേഷന് പുതിയ കെട്ടിട നിർമ്മാണത്തിനായി 2.5 കോടി. വളയംകുളം PWD റെസ്റ്റ് ഹൌസ് നവീകരണത്തിനും ടേക്ക് എ ബ്രേക്ക് സംവിധാനവും ആരംഭിക്കുന്നതിനും 1 കോടി. പുനർഗേഹം ഭവന സമുച്ചയത്തിന് ചുറ്റുമതിൽ നിർമ്മാണവും അടിസ്ഥാന സൗകര്യ വികസനവും 1 കോടി. ഈഴവത്തുരുത്തി വില്ലേജ് ഓഫീസിന് പുതിയ കെട്ടിട നിർമ്മാണം 50 ലക്ഷം. പെരുമ്പടപ്പ് വില്ലേജ് ഓഫീസിന് പുതിയ കെട്ടിട നിർമ്മാണത്തിനായി 50 ലക്ഷം. വെളിയങ്കോട് പഞ്ചായത്തിലെ കോതമുക്ക് കോളാട്ടുകുളം നവീകരണവും പാർക്ക് നവീകരണവും 50 ലക്ഷം. പൊന്നാനി ഉൾപ്പെടെയുള്ള 6 മൈനർ തുറമുഖങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് 65 കോടി. കനോലി കനാലടക്കം ബന്ധപ്പെടുത്തിയുള്ള ഉൾനാടൻ ജലഗതാഗതത്തിന് 133 കോടി രൂപ. പൊന്നാനി ഉൾപ്പെടുന്ന നോൺ മേജർ തുറമുഖങ്ങൾക്കും ലൈറ്റ് ഹൌസുകളുടെ വികസനത്തിനും കപ്പൽ ഗതാഗതത്തിനുമായി 93.72 കോടി. പൊന്നാനിയിലൂടെ പോകുന്ന കനോലി കനാൽ ഉൾപ്പെടുന്ന വെസ്റ്റ് കോസ്റ്റ് കനാൽ നവീകരണത്തിന് 500 കോടി. പൊന്നാനി ഉൾപ്പെടുന്ന തീരദേശത്തിന്റെ സംരക്ഷണത്തിന് ജിയോ ട്യൂബ് ഓഫ് ബ്രേക്ക് പദ്ധതി 100 കോടി. പൊന്നാനി ഉൾപ്പെടുന്ന തീരദേശ ജില്ലകളുടെ സമഗ്ര വികസനം 251.98 കോടി. പൊന്നാനി അടക്കമുള്ള ഫിഷിംഗ് ഹാർബറുകളിൽ മത്സ്യബന്ധന സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് 80.91 കോടി. പുനർഗേഹ പദ്ധതി നടപ്പിലാക്കുന്നതിന് 60 കോടി. ജലസേചന വകുപ്പിന്റെ കീഴിലുള്ള തീരദേശ സംരക്ഷണത്തിന് 131.02 കോടി. പൊന്നാനി ഉൾപ്പെടുന്ന തുറമുഖങ്ങളിൽ ഫ്ലോട്ടിംഗ് ജെട്ടിയും അനുബന്ധ സൗകര്യങ്ങളും നിർമ്മിക്കുന്നതിന് 115.20 കോടി. പൊന്നാനി അടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ വികസനത്തിന് 149 കോടി രൂപ. മുസരീസ് ഹെറിറ്റേജ് സ്പേസ് റൂട്ട്, റിവർ ക്രൂയിസ് ഹെറിറ്റേജ് സ്പേസ് റൂട്ട് എന്നിവയ്ക്ക് 14 കോടി. പൊന്നാനിയിൽ മാതൃശിശു ആശുപത്രി അടക്കമുള്ള പ്രസവം നടക്കുന്ന ആശുപത്രികളിൽ ബോൺ സ്ക്രീനിംഗ് ടെസ്റ്റ് നടത്തുന്നതിന് 2.40 കോടി. കോൾ മേഖലയടക്കം കാർഷിക പദ്ധതി പ്രവർത്തനങ്ങൾക്ക് 727.40 കോടി രൂപയാണ് ബജറ്റിൽ പൊന്നാനിക്കായി നീക്കിവെച്ചിട്ടുള്ളത്. പൊന്നാനി. നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ സൻഹ ഫാഷനും ഒരുങ്ങിക്കഴിഞ്ഞു. വെഡിംഗ് വസ്ത്രങ്ങളിലെ പുതു ട്രെൻഡുകൾ, എത്നിക് കളക്ഷനുകൾ, മോഡസ്റ്റ് വെയറുകൾ, കിഡ്സ് കളക്ഷനുകൾ, ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ. സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക്. ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ. സൻഹ ഫാഷൻ, തിരൂർ.